ഈ കസേര ഇളകുന്നുണ്ടല്ലോ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, ചുമ്മാ പറഞ്ഞു മാത്രം. എന്നാ അഴിച്ചോ. എന്ത് ബൾബേ? ഓ, ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്, നാട്ടില. ഒന്ന് കാണിച്ചു നോക്കി. ആ, ഇനിയോടെ? ദേ എവിടെയാ? ആ, അമ്മയെ കാണാൻ പോവാറില്ലേ? ഇല്ല, അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഒരുപാട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ അമ്മേ! നല്ല വേദന ഉണ്ടാവും അല്ലേ? മരുന്നുകളെല്ലാം ഉണ്ടേ. ആ, 4 ആഴ്ച റെസ്റ്റ് എടുക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അതെ, ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പണിയെടുക്കാം. സത്യം. ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ ടെൻഷൻ ആവണ്ട. കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം. സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് തന്നെ ധാരാളം. എന്നാ ശരി, റെസ്റ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അച്ഛൻ അദ്ദേഹത്തോടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് എതിർക്കായിരുന്നില്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷേ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ഹേയ്, ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കണേ? ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ? മനസ്സിലായില്ല. ഇതിലേത് പെണ്ണിന്റെയാന്ന്? ഓ, എന്തു പറ്റി? ഒന്നുമില്ല. ഇത് ശരിയല്ല കേട്ടോ. ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്കാ. ഒരാളുടെ ഡയറി അയാളുടെ സമ്മതമല്ല തുറന്നു നോക്കുന്നതാണ് വലിയ ഫോൾ. മനസ്സിലായോ? അത് ശരി. ഇതിൽ ആരുടെ പട വരച്ചേക്കുന്നേ? ആരുടെ? ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചു വെച്ചേക്കുന്ന കണ്ണും മൂക്കുവേ. ഓ, അതോ? അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ. അവളുടെ കണ്ണും
മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ പലതും വേറെന്ത്? അതൊക്കെ ഉണ്ട്. എനിക്കും കാണിച്ചോ? അതൊന്നും കാണാൻ പറ്റില്ല. എനിക്കും കാണണം. ഓ അതൊന്നും കാണാൻ പറ്റില്ല. ഏയ്, കാണിക്ക്. കാണാൻ പറ്റില്ല. കാണിക്ക്. പോയെടുത്തോ. അതെ, ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ്. അതാരാണെന്ന് കാണണോ? കാണണോ? ഉം? കാലൊടിഞ്ഞ് ക്രച്ചസിലാണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? ഏതടാ പോയ പെണ്ണ്? മോനെ ജോണി, കൊതിയാ അതിനെ വിട്ടുപിടി. അതൊരു പാവം കൊച്ച. നടക്കട്ടെ. അല്ല, നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയേ. Come on, man. ഇവനെന്താ വെള്ളം കണ്ടിട്ടില്ലേ? എടാ, അത് വർഷത്തിലൊരിക്കലുള്ള കുളിയാ. അത് ഓണം, വിഷു, ക്രിസ്മസ് പോലെ അങ്ങോട്ട് ആഘോഷിക്കും. അത് നിർബന്ധ. അപ്പൊ ഇന്ന് ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങും. എടാ, നീ ചോദിച്ചിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാ പെണ്ണ്? എടാ, അത് പിന്നെ ദേ പറഞ്ഞു തീർന്നില്ലല്ലോ, ആളെത്തി. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ ചിത്തി, ഇവളുടെ ചേച്ചിയാ. ചിത്തി, ഇത് ലിഡിയ, ഇത് വരുൺ, പിന്നെ ആ പൊങ്ങി കിടക്കുന്നതാണ് ജോണി. ഏ, ആ കുട്ടിക്ക് എന്ത് പറ്റി? അത് കാര്യമൊക്കെ ഉണ്ടാ, എന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ടാ. പട്ടി. ശരിയെന്നാ, നിങ്ങളുടെ കുളി നടക്കട്ടെ, പിന്നെ കാണാം. ആ ശരി ശരി. നീ വരുന്നില്ലേ? ചിത്തി പോയിക്കോ, ഞാൻ വന്നോളാം. അധികം വൈകണ്ട. ഇയാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് അഹല്യ. ഹലോ. ഹായ്, ഇയാൾ ഇറങ്ങുന്നോ? അയ്യോ, ഞാനില്ല. വാടാ, സ്വർഗത്തിലെ കട്ടറും ആവണ്ട. നമുക്കേ ഇനി അവനെ ആക്രമിക്കാം. ഞാനോട് എന്താ മോന്ത്? അത് വേണ്ട, ഇതിനകത്ത് തന്നെ ഒഴി. ആഹാ, കള്ളു കുടിക്കാണല്ലേ? കള്ളല്ല, നല്ല അസല് വാറ്റും കരിക്കും വെള്ളവും. ഒരു മംഗലശ്ശേരി നീലകണ്ഠ സ്റ്റൈൽ. പോടാ. ചിത്തി അറിയണ്ട, കൊല്ലും. ആ, ഇവരുടെ ഒരു ആഗ്രഹമല്ലേ, ഇതിപ്പോ കഴിയും. പ്രശ്നമോ? സാരല്ല, ചിത്തി അറിയാതിരുന്നാ മതി. പിന്നെ നിങ്ങളെല്ലാരും അവിടെ ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അധികം വൈകണ്ടാട്ടോ, താമസിച്ച ചിത്തി ഇങ്ങോട്ട് വരും. എടാ, എന്നാ നീ അഹല്യയുടെ കൂടെ ചെല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് വരാം. ശരി. അല്ലെങ്കിൽ ചിത്തിക്ക് സംശയം തോന്നിയാലോ? അതാണ് നല്ലത്, നീ ചെല്ല്. അണ്ണാ, ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ, ഇന്ന് സുന്ദരിയുണ്ടല്ലോ.